രാവിലെയുള്ള തലവേദന കാരണങ്ങളും പരിഹാരങ്ങളും. ജോലിഭാരവും അമിത സമ്മർദ്ദവും ഉണ്ടാകുമ്പോൾ തലവേദന അനുഭവപ്പെടാത്തവർ ചുരുക്കമാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ഏത് പ്രായക്കാർക്കും തലവേദനയുണ്ടാകാം. അതുകൊണ്ടുതന്നെ തലവേദന സാധാരണ രോഗമായി കണക്കാക്കാറുണ്ട്. തലവേദന സർവ്വസാധാരണമായ രോഗമാണെങ്കിലും ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തലവേദനയ്ക്ക് വിവിധ കാരണങ്ങളുണ്ടാകും. പ്രത്യേകിച്ചും രാവിലെ അനുഭവപ്പെടുന്ന തലവേദനയ്ക്ക് തലയിലോ കഴുത്തിന്റെ മേൽഭാഗത്തോ ഉണ്ടാകുന്ന വേദനയാണ് തലവേദനയായി പൊതുവെ പറയപ്പെടുന്നത്. തലവേദന പലതരത്തിൽ ഉണ്ടാകുമെങ്കിലും പ്രധാനമായും രണ്ടായി തരംതിരിക്കാം: പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി എന്നിങ്ങനെ. പ്രത്യേക കാരണങ്ങളില്ലാതെ ഇടവേളകളിലുണ്ടാകുന്ന തലവേദനയാണ് പ്രൈമറി വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. സ്കാൻ ചെയ്താലും കാരണങ്ങളൊന്നും തന്നെ ഇത്തരം തലവേദനയ്ക്ക് ഉണ്ടാകില്ല. മൈഗ്രെയിൻ, ക്ലസ്റ്റർ മൈഗ്രെയിൻ തുടങ്ങിയവ പ്രൈമറി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. സെക്കൻഡറി മറ്റ് കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അസുഖങ്ങൾ മൂലമോ തലവേദനയുണ്ടാകുന്നത് സെക്കൻഡറി വിഭാഗത്തിൽപ്പെടും. മെനിഞ്ചൈറ്റിസ്, കഴുത്തിലെ സ്പോണ്ടിലോസിസ്, ഗ്ലൂക്കോമ, ബ്രെയിൻ ട്യൂമർ, സ്ലീപ്പ് അപ്നിയ തുടങ്ങിയ കാരണങ്ങൾ മൂലവും തലവേദനയുണ്ടാകും. കാരണങ്ങൾ പലത്. തലവേദന അനുഭവപ്പെടുന്ന 60% ആളുകളിലും മൈഗ്രെയിൻ അല്ലെങ്കിൽ ടെൻഷൻ മൂലമുണ്ടാകുന്ന തലവേദനയാണ് കണ്ടുവരുന്നത്. എന്നാൽ രാവിലെ ഉണ്ടാകുന്ന തലവേദന മൈഗ്രെയിനായി പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. മൈഗ്രെയിൻ സാധാരണഗതിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ കുറയാറാണ് പതിവ്. അപൂർവമായി മാത്രമേ മൈഗ്രെയിൻ ഉള്ളവർക്ക് രാവിലെ വേദന ഉണ്ടാകാറുള്ളൂ. എന്നാൽ ക്ലസ്റ്റർ തലവേദന രാവിലെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തലവേദനയോടുകൂടി എഴുന്നേൽക്കുകയും കലശലായിട്ടുള്ള തലവേദന അനുഭവപ്പെടുകയും 15 മിനിറ്റ് മുതൽ 3 മണിക്കൂർ വരെ വേദന നിലനിൽക്കാനും സാധ്യതയുണ്ട്. പിന്നീട് സാധാരണ നിലയിൽ തലവേദന കുറയുകയും ചെയ്യാറാണ് പതിവ്. തലവേദനയ്ക്ക് വേദന സംഹാരികൾ ഇടയ്ക്കിടെ കഴിക്കുന്നവർക്ക് രാവിലെ തലവേദനയുണ്ടാകാം. അതോടൊപ്പം മറ്റു രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളും ചിലപ്പോൾ രാവിലെയുള്ള തലവേദനയ്ക്ക് കാരണമാകാറുണ്ട്. കഫീൻ ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗം ഉള്ളവരിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദനയുണ്ടാകും. രാത്രിയിൽ കഫീൻ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് ശേഷം രാവിലെ വരെയുള്ള ഇടവേളയാണ് തലവേദനയ്ക്ക് കാരണമാകുക. കഫീൻ വിഡ്രോവൽ ഹെഡേക്ക് എന്നാണ് ഇവ പറയപ്പെടുന്നത്. ബ്രെയിൻ ട്യൂമർ ഉള്ളവരിൽ രാവിലെയായിരിക്കും തലവേദന കൂടുതലായി അനുഭവപ്പെടുന്നത്. നിവർന്ന് കിടക്കുമ്പോൾ തലയ്ക്കകത്ത് പ്രഷർ കൂടാനിടയുണ്ട്. കിടക്കുമ്പോൾ തലയിൽ പ്രഷർ കൂടുന്നതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദനയും ഛർദിലും ഉണ്ടായേക്കാം. എന്നാൽ നിൽക്കുമ്പോൾ തലയിൽ പ്രഷർ കുറവായി അനുഭവപ്പെടുകയുള്ളൂ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തലവേദനയുണ്ടായാൽ തീർച്ചയായും മസ്തിഷ്ക സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് ഉറക്കത്തിൽ ഓക്സിജന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. ശ്വാസമെടുക്കുന്നതിന്റെ അളവ് കുറയുകയും അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ചെയ്യും. ഇങ്ങനെ രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് തലവേദനയ്ക്ക് കാരണമാകും. അതുകൊണ്ട് ശ്വാസം മുട്ടലുള്ളവർക്ക് രാവിലെ തലവേദന അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രമേഹമുള്ളവരിൽ രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയുന്നതുകൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും ലോ ബ്ലഡ് ഷുഗർ ഉണ്ടാകാം. ഇത് തലവേദനയ്ക്ക് ഇടയാക്കും. ഹൃദ്രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവരിലും ചിലപ്പോൾ തലവേദന ഉണ്ടാകാറുണ്ട്. മറ്റ് അസുഖങ്ങൾക്ക് മരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ മൂലം തലവേദന അനുഭവപ്പെടുന്നതായിട്ട് പൊതുവെ കണ്ടുവരുന്നുണ്ട്. സൈനസൈറ്റിസ് ഉള്ളവരിലും രാവിലെയുണ്ടാകുന്ന തലവേദന കാരണമാകാറുണ്ട്. ചിലർക്ക് കൂർക്കം വലിക്കുമ്പോൾ ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥയുണ്ടാകും. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നറിയപ്പെടുന്ന ഈ അവസ്ഥയിൽ ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ചെയ്യും. ഇതും തലവേദനയ്ക്ക് കാരണമാകും. തലവേദന പലതരത്തിലുണ്ടാകുന്നതിനാൽ ലക്ഷണങ്ങളും വ്യത്യസ്തമായിരിക്കും. മൈഗ്രെയിൻ മൂലമുണ്ടാകുന്ന തലവേദന രാവിലെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ മൈഗ്രെയിൻ ഉള്ളവരിൽ രാവിലെ തലവേദന അനുഭവപ്പെടാം. വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രമാണ് അത്തരത്തിൽ തലവേദന ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. രാവിലെ ഉണ്ടാകുന്ന തലവേദന ക്ലസ്റ്റർ വിഭാഗത്തിൽപ്പെടുന്നതാണെങ്കിൽ തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിരിക്കും വേദന തോന്നുന്നത്. വേദന തോന്നുന്ന വശത്തെ കണ്ണ് ചുമന്ന് കാണപ്പെടുക, കണ്ണിന്റെ വലിപ്പം കുറഞ്ഞതുപോലെ തോന്നിക്കുക, കണ്ണിലൂടെയും മൂക്കിലൂടെയും വെള്ളം വരിക, അതികഠിനമായ തലവേദന എന്നിവ ക്ലസ്റ്റർ തലവേദനയുടെ ലക്ഷണങ്ങളാണ്. ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ മസ്തിഷ്കത്തിന് മറ്റ് പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന തലവേദനയാണെങ്കിൽ തലവേദനയോടൊപ്പം ഒരു ഭാഗത്ത് മരവിപ്പ് അനുഭവപ്പെടുക, ഒരു ഭാഗത്ത് ബലക്കുറവ്, നടക്കുമ്പോൾ വിയർക്കുക, ഓക്കാനം കൂടാതെ പെട്ടെന്നുണ്ടാകുന്ന ഛർദിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം. രാവിലെ തന്നെ തലവേദന ഉണ്ടാകുന്നത് ഒരു ദിവസത്തെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ബാധിക്കും. ജോലിയെയും ആ ദിവസത്തെ പ്രവർത്തനങ്ങളെയും ഇത് മന്ദഗതിയിലാക്കും. ഒരു കാര്യത്തിനും ഉത്സാഹമില്ലാത്ത അവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നത്. അതികഠിനമായ തലവേദന മൂലം ജോലിക്കോ പഠനത്തിനോ പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകാം. തലവേദന കാരണം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞെന്നും വരില്ല. ഇങ്ങനെ ഒരു വ്യക്തിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ തലവേദന പല വിധത്തിൽ ബാധിക്കാനിടയുണ്ട്. ഉറക്കക്കുറവും ചില അവസരങ്ങളിൽ തലവേദനയ്ക്ക് ഇടയാകും. ഉറക്കക്കുറവ് മൂലമുണ്ടാകുന്ന തലവേദനയും ഒരു ദിവസത്തെ പ്രവർത്തനത്തെ ബാധിക്കും. ഉറക്കക്കുറവ്, അമിത സമ്മർദ്ദം ഇവയെല്ലാം തലവേദന ഉണ്ടാകുന്നതിനും അതേ തുടർന്ന് ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഏതുതരം തലവേദനയാണെന്ന് കണ്ടെത്തി അതിനനുയോജ്യമായ ചികിത്സ ആരംഭിക്കുന്നതാണ് ഉത്തമം.
അതോടൊപ്പം തലവേദനയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഉറക്കക്കുറവ്, കാലാവസ്ഥാ വ്യത്യാസങ്ങൾ, ചില പെർഫ്യൂമിന്റെ ഗന്ധം, അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും ഉത്തേജക ഘടകങ്ങൾ ഉണ്ടാകുന്നത്. ചികിത്സയോടൊപ്പം ഇവയും നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ചികിത്സ പൂർണ്ണമായും ഫലപ്രദമാകൂ. പ്രൈമറി വിഭാഗത്തിൽപ്പെടുന്ന തലവേദനയാണെങ്കിൽ യോഗ, മറ്റ് വ്യായാമങ്ങൾ എന്നിവ പരിശീലിക്കാവുന്നതാണ്. കാപ്പിയുടെ അമിത ഉപയോഗമുള്ളവർ അതും നിയന്ത്രിക്കണം. ചികിത്സയുടെ പ്രാരംഭം തലവേദനയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കുകയെന്നതാണ്. ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ തലവേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ചികിത്സ തേടേണ്ടതുണ്ട്. കഫീന്റെ ഉപയോഗം പെട്ടെന്ന് നിയന്ത്രിക്കുമ്പോൾ ചിലപ്പോൾ തലവേദന കൂടാൻ സാധ്യതയുണ്ട്. പ്രൈമറി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന തലവേദന മെഡിക്കേഷനിലൂടെയും ഉത്തേജന ഘടകങ്ങൾ നിയന്ത്രിക്കുന്നതിലൂടെയും ഒരു പരിധിവരെ പരിഹരിക്കാനാവൂ. സെക്കൻഡറി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന തലവേദനയാണെങ്കിൽ ബ്രെയിൻ ട്യൂമർ, ശ്വാസകോശ രോഗങ്ങൾ, സ്ലീപ്പ് അപ്നിയ തുടങ്ങിയ രോഗങ്ങൾ ചികിത്സിക്കുമ്പോൾ സ്വാഭാവികമായും തലവേദന കുറയാറുണ്ട്.